കുറച്ച് നാളായി വ്ളോഗൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്ന് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫോമൽ ഷർട്ടും ഫോമലായിട്ടുള്ള ഡ്രസ്സ് എടുക്കണം. എൻ്റെ ഇരിക്കുന്നത് മൊത്തം ബാഗി ടൈപ്പാണ്. അപ്പം ഫോമലായിട്ടുള്ള കാര്യങ്ങൾ ഷർട്ട് അതുപോലെ ഷൂ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോകണം. ഉച്ചയ്ക്ക് അവിടെ ഒരു പാർട്ട് ടൈമിൻ്റെ കാര്യം ചോദിക്കാൻ പോയപ്പോഴും അവിടെ ഫോമലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നമ്മൾ എല്ലാ കടയിലും ഒന്ന് കയറി നോക്കുവാണ്. ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ എടുക്കും. കുറച്ച് ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയാണ്, വലിയ രസതയില്ല. കുറച്ച് യൂണിഫോം അവിടുത്തെ യൂണിഫോം കിട്ടുന്നവരെ ഒന്ന് ഇടണം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടുന്ന് പകുതി എത്താറായി. അപ്പം ബാക്കിയുള്ളവന്മാർ അപ്പുറത്തെ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട്. അവിടുന്ന് അവന്മാരും വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പെതുക്കെ നടക്കുവാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. വൈഡിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ട് പോയി അവിടെയാണ് ആ ജംഗ്ഷൻ. അവന്മാരെന്തായാലും ലാഗടിപ്പിക്കും. എന്നെ ഇവിടെ നിന്ന് പോസ്റ്റ് അടിപ്പിച്ചൊരു പരുവാക്കും. ഞാൻ അവിടെ വെയിൽ ഇറങ്ങിയിരിക്കേണ്ടി വരും. അപ്പം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ടുണ്ട്. അതിന് ഏകദേശം കുറച്ച് ഷെയർ ഒന്നുമില്ലാതെ കയറുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് ആ ജംഗ്ഷൻ. അപ്പോൾ അവന്മാരങ്ങോട്ട് വരും. അവിടെ വന്നിട്ടായിരിക്കും ഞങ്ങളിനി അങ്ങോട്ട് പോകുന്നത്. അപ്പം വൈഡിടുമ്പോഴത്തേനും വൈഡിൻ്റെ ക്യാമറ മൊത്തം പുകയാണെന്നുണ്ട്. ഗൈസ് തുടച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ അവന്മാരെ നോക്കി ഇവിടെ നിൽക്കണം. ഞാൻ ഒന്ന് വിളിക്കട്ട്. ഈ സൈഡിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. എന്നുവെച്ചാൽ ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അങ്ങോട്ടങ്ങനെ നിൽക്കുക. അപ്പോഴത്തേനും അവന്മാർ വരുമായിരിക്കും. എന്തായാലും ഇപ്പോൾ വിളിച്ച് നോക്കാം. കഴിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്നിട്ടൊന്ന് വിളിച്ച് നോക്കാം. ഇപ്പോൾ വരാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഇനി അവിടെ നിൽക്കുക, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം. നമുക്കിവിടെ നിൽക്കാം. ഈ ഒരു ഇങ്ങോട്ട് നിന്നിട്ട് അവന്മാരെ വിളിച്ചിട്ട് വരാൻ പറയാം. അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ അവന്മാർ വന്നില്ല. ഇനി അങ്ങോട്ടേക്ക് നടന്നു പോകണം നമുക്ക്. ആ സൈഡിലാണ് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ. ആ സൈഡിലാണ്. ഇങ്ങോട്ടാണ് അവന്മാരുടെ റൂം. ഈ വണ്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് ഇറങ്ങാൻ. എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ കഴിയും. ഇനി ഇത് വല്ലാത്തൊരു ചുറ്റാണ് കഴിച്ചത്. എവിടെ തിരിഞ്ഞാലും ആൾക്ക് എറണാകുളം നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് അറിയായിരിക്കും. എവിടെ തിരിഞ്ഞാലും ഒരേപോലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷൻ അടിച്ചു പോകുന്നത്. വണ്ടർ അടിച്ചു പോകും മൊത്തത്തിൽ. എന്തായാലും അവന്മാർ കറണ്ട് ലൊക്കേഷൻ ഇട്ടുതരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പിൽ അതൊക്കെ ഒന്ന് ചെക്കിങ് ചെയ്തിട്ട് നോക്കിയിട്ട് അവന്മാരുടെ അടുത്ത് ചെന്നിട്ട് വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവരെയൊക്കെ കൂട്ടി നമ്മൾ നേരെ സൗത്തിലേക്ക് പോവാണ്. സൗത്തിലല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോകാനായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഫോമിൽ ഇടേണ്ടതായതുകൊണ്ട് തന്നെ വലിയ പൈസക്കുള്ളത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ഇട്ടാൽ മതി. മെയിനായിട്ട് 2 പാൻ്റ് എടുക്കാനാണ് പോകുന്നത്. അപ്പം രാവിലെ ഭയങ്കര കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഈ സമയത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ മെട്രോ ബുക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ ബുക്ക് ചെയ്യുമ്പോൾ എന്തോ ഫ്രീ ആയിട്ട് എന്തോ ഓഫ് കിട്ടുമെന്നാണ് ജോസ് പറയുന്നത്. ബുക്ക് കണ്ടണം. കാശ് ഞാൻ ബുക്ക് ചെയ്യട്ടെ. എൻ്റെ കൂലി 13 ഉണ്ടോ? അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് മെട്രോയിലോട്ട് കയറി പോകണം. പക്ഷേ ഞങ്ങൾക്ക് പോകേണ്ട വഴി ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതാണ് ഏറ്റവും വലിയ വിഷയം. ഈ സാധനം അങ്ങ് എത്തുമ്പോഴത്തേന് നല്ല സമയം എടുക്കും. ഇതിനകത്തെ മറ്റേ റീലുണ്ടല്ലോ, അപ്പുറത്ത് വന്ന് പെണ്ണുങ്ങളെ പിടിക്കുന്നത്, കയ്യിലൊക്കെ തടവിട്ട് പോകത്തില്ലയോ? അതല്ല ഈ സ്റ്റേറ്റിനകത്ത് പോകുമ്പോഴേ ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തെ സൈഡ് പോകുന്ന പെണ്ണുപിള്ളേര് നിൽക്കുമ്പോൾ അവരുടെ ലൈൻ നിൽക്കുമ്പോൾ കൈ വന്ന് തടവിട്ടൊക്കെ പോകത്തില്ലയോ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം നല്ല കിടിലം മഴ. അപ്പം ഇവിടെ കയറി നിൽക്കുവാണ്. അപ്പോഴത്തേന് നമ്മുടെ ഒരാൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അവൾ ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇപ്പോഴത്തേന് ഇവിടെ
വീട്ടിൽ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. മഴയായതുകൊണ്ട് ഇവിടെ കയറി ഇരിക്കുവാണ്. സ്റ്റുഡിയോയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സാധനങ്ങളൊക്കെ ബാഗിലുണ്ട്. അപ്പോൾ നമുക്ക് മഴയൊക്കെ തോന്നിട്ട് വേണം ആ വഴി അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് പോകാൻ. സാധനമൊക്കെ വാങ്ങിച്ച് അവരങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് പോവാണ് ഗൈസ്. ശരി വെച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ്. ചെറിയൊരു വ്ളോഗാണ്, ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വ്ളോഗുമായിട്ട് വരാം ഗൈസ്. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. അപ്പോൾ എന്തായാലും ഐഫോൺ കയ്യിരിപ്പുണ്ട്.